ചേലക്കരയിൽ ആദ്യമായി വിവിധ തരം ദോശകളുടെ രുചിക്കൂട്ടുമായി ദോശ ഡൈൻ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു. ദോശകൾക്ക് പുറമെ ഊത്തപ്പം, ഇഡ്ഡലി, ചപ്പാത്തി, പൊറോട്ട തുടങ്ങിയ വിവിധ തരം വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ ചേലക്കര. കരുവന്നൂർ സഹകരണ സംഘം വായ്പാ തട്ടിപ്പിൽ ആലത്തൂർ NP കെ രാധാകൃഷ്ണനെതിരെ ED കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ കെ രാധാകൃഷ്ണൻ MP രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പന്തംകുളത്തി പ്രകടനം നടത്തി. കരുവന്നൂർ സഹകരണ സംഘം വായ്പ തട്ടിപ്പിൽ ആലത്തൂർ NP കെ രാധാകൃഷ്ണനും മറ്റ് CPM നേതാക്കൾക്കുമെതിരെ ED കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ കെ രാധാകൃഷ്ണൻ MP സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്തി പ്രകടനം നടത്തി. പ്രതിഷേധ യോഗത്തിന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കലാമണ്ഡലം അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. ചേലക്കരയിലെ മുൻ MLA-യും ആലത്തൂരിന്റെ നിലവിലെ MP-യുമായ ശ്രീ കെ രാധാകൃഷ്ണനും MM വർഗീസിനും AC മൊയ്തീനുമെതിരെ കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പിന്റെ ഭാഗമായിട്ട് 150 കോടിയോളം രൂപ വരുന്ന തട്ടിപ്പിന്റെ ഭാഗമായിട്ട് ED ഇന്ന് 5000-ഓളം പേജുള്ള ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ കരുവന്നൂർ സഹകരണ ബാങ്കിലെ പാവപ്പെട്ട സഹകാരികൾ, അവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ, അവിടെ ഇടപാട് നടത്തിയിരുന്ന സാധാരണക്കാർ, അവർക്ക് അവരുടെ പണം ലഭിക്കുന്നതിന് വേണ്ടി അനവധി നേരം ക്യൂവിൽ നിൽക്കേണ്ട ഒരവസ്ഥ, ഗഡുഗഡുവായിട്ട് പൈസ വാങ്ങേണ്ട അവസ്ഥ. നമുക്കറിയാം, അവിടെ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീക്ക് അവിടെ വന്നിരുന്ന് മരണത്തിന് വിധേയനാവേണ്ടി വരുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായത് നാം കണ്ടതാണ്. ആ മരണത്തിൻ്റെ ശേഷം ആ മൃതശരീരം ആ ബാങ്കിന് മുന്നിൽ വെച്ച് അവർ പ്രതിഷേധിച്ചു നാം കണ്ടതാണ്. ഇത്തരത്തിൽ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ പണം അപഹരിക്കുന്ന തരത്തിലേക്ക് ചേലക്കരയുടെ തെരുവിലൂടെ വെളുവിളോ ചിരിച്ചു നടക്കുന്ന ശ്രീ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നിലവിലെ മെമ്പർ ഓഫ് പാർലമെന്റ് ഈ പാവപ്പെട്ട ജനങ്ങളെ ഇത്തരത്തിൽ കൊള്ളയടിക്കുന്ന തരത്തിലേക്ക് മാറുമ്പോൾ 86 പ്രതികളുള്ള ഈ കുറ്റപത്രത്തിൽ ശ്രീ കെ രാധാകൃഷ്ണന്റെ പേര് വരുമ്പോൾ, അതുപോലെ തന്നെ MM വർഗീസിന്റെ പേര് വരുമ്പോൾ, അതുപോലെ AC മൊയ്തീന്റെ പേര് വരുമ്പോൾ നാം ആലോചിക്കേണ്ട കാര്യമുണ്ട്. ഇന്നാട്ടിലെ പാവപ്പെട്ടവനെ തകർക്കുന്ന തരത്തിൽ, ഇന്നാട്ടിലെ പാവപ്പെട്ടവന്റെ പണം അപഹരിക്കുന്ന തരത്തിൽ ഇവിടുത്തെ CPM-ന്റെ നേതൃത്വം മാറുമ്പോൾ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിനും ആവില്ല. മണ്ഡലം ജനറൽ സെക്രട്ടറി ജിഷ്ണു മോഹൻ സ്വാഗതം പറഞ്ഞു. കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഗിരിജൻ കുറുമല മുഖ്യപ്രഭാഷണം നടത്തി. കൊണ്ടുപോയിട്ട പണം, കുറേശ്ശെയായി മിച്ചം വെച്ചുണ്ടാക്കിയ പണം
അവിടുത്തെ വലിയ റിയൽ എസ്റ്റേറ്റുകാർക്കും ഭൂവുടമകൾക്കും കോടികളായി കൊടുത്ത് അതിൻ്റെ കമ്മീഷൻ വാങ്ങി CPM ഈ നാട് ഭരിക്കുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ ഒരു നേരത്തെ മരുന്ന് മേടിക്കാൻ കാശില്ലാതെ സ്വന്തം അക്കൗണ്ടിലിട്ട പൈസ വഴി ചോദിക്കുമ്പോൾ കൊടുക്കാൻ സാധിക്കാതെ കരുവന്നൂർ ബാങ്ക് ED അടച്ചുപൂട്ടിക്കുകയുണ്ടായി. അതിനുശേഷം സംസ്ഥാന സഹകരണ ബാങ്ക് ഇടപെട്ടുകൊണ്ട് എല്ലാ ഭാഗത്തു നിന്നും കാശ് പിരിച്ച് കുറേശ്ശെയായി ഇപ്പോഴും 1 ലക്ഷം രൂപ വേണ്ടവന് 10,000 കൊടുത്തുകൊണ്ട് അവൻ്റെ കാശ് ബാങ്കിലിട്ട കാശ് തിരിച്ചു കൊടുക്കാൻ 1 ലക്ഷം രൂപ ഇട്ടവൻ 10,000-മായി 10 പ്രാവശ്യം 10 മാസം വരി നിൽക്കേണ്ട അവസ്ഥയാണ് കരുവന്നൂർ ബാങ്കിലുണ്ടായിട്ടുള്ളത്. 2016 മുതൽ 18 വരെ KSU ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഹിയാസ് നന്ദി രേഖപ്പെടുത്തി. KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് സൂരജ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ അജിത്ത്, പ്രഭു, ഉദയ, ഷിജിത്, ഷാനവാസ്, മോജിത്, രഞ്ജിത്ത്, സബീഷ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ചേലക്കരയുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള നമ്മുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ അഭിലാഷ് പാനാൾ, അതുപോലെ തന്നെ ഈ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞിട്ടുള്ള ചേലക്കരയുടെ മണ്ഡല സെക്രട്ടറി ജിഷ്ണു മോഹൻ, അതുപോലെ മണ്ഡലം ഭാരവാഹികളായ ഷിജിത്ത്, പ്രഭു, അതുപോലെ അജിത്ത്, നിയോജകമണ്ഡലം KSUവിൻ്റെ പ്രസിഡന്റ് ശ്രീ സൂരജ്, ഇവിടെ എത്തിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിലെയും കോൺഗ്രസിലെയും പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഇന്ന് നമ്മൾ ഇവിടെ നടത്തിയിട്ടുള്ള പ്രതിഷേധ പ്രകടനം ഇവിടെ ഈ നാട്ടിൽ നമ്മുടെ എല്ലാവരുടെയും MP ആയ ശ്രീ രാധാകൃഷ്ണൻ കരുവന്നൂരിലെ ബാങ്കിൽ ലക്ഷങ്ങളുടെയും കോടികളുടെയും അഴിമതി നടത്തിക്കൊണ്ട് ആ അഴിമതിയിൽ പിടിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ പണമെല്ലാം കരുവന്നൂരിലെ ബാങ്കിൽ നിന്നും തട്ടിയെടുത്തുകൊണ്ട് ആ ബാങ്കിലത്തെ പലരുടെയും പേരിൽ കള്ളപ്പേരിൽ കോടികൾ തട്ടിയെടുത്തുകൊണ്ട് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ശ്രീ രാധാകൃഷ്ണൻ അതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ED കണ്ടെത്തിയിരിക്കുകയാണ്. CCV ന്യൂസ് ചേലക്കര.